Assalamu alaikum. So we are going to start our new academic year with the chapter named our skeletal system. So in this chapter we will be studying about bones, human body and internal organs and what are the function that is done by our skeletal system. So first of all, what is skeletal system? Skeletal system is a rigid framework of bones that provides a definite shape to the body is known as skeletal system. Which means നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് തരുന്ന റിജിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്. എന്തിൻ്റെ ഫ്രെയിം വർക്ക്? ബോൺസ് കൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്ക്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിക്ക് ഡെഫിനിറ്റ് ഷേപ്പ് മീൻസ് എ പെർട്ടിക്കുലർ ഷേപ്പ് എന്ത് തരും? ഈ റിജിഡ് ഫ്രെയിം വർക്ക്. ഈ റിജിഡ് ഫ്രെയിം വർക്ക് എന്തുകൊണ്ടുള്ള ഫ്രെയിം വർക്കാണ്? ബോൺസ്. അപ്പോൾ എന്താണ് റിജിഡ് ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ്? എന്തുകൊണ്ടുള്ള ഫ്രെയിം വർക്കാണ്? ബോൺസ്. ദാറ്റ് പ്രൊവൈഡ്സ് എന്ത് ചെയ്യുന്നു? എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദി ബോഡി. എന്താണ്? ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഒരു ബോഡിക്ക് എന്താണ് ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കുന്ന റിജിഡ് ഫ്രെയിം വർക്ക് ഓഫ് ബോൺസിനെ എന്തെന്ന് പറയുന്നു? സ്കെൽറ്റൽ സിസ്റ്റം. സോ വാട്ട് ഈസ് സ്കെൽറ്റൽ സിസ്റ്റം? എ റിജിഡ് framework of bones that provides a definite shape to the body is known as skeletal system. And what is the function of a skeletal system? Skeletal system in the function endua? It helps to protect our internal ഓർഗൻസ്. എന്ത് ചെയ്യുന്നു? ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പുറമേ കാണുന്നതെല്ലാം എന്തായിരിക്കും? എക്സ്റ്റേണൽ ഓർഗൻസ് ആയിരിക്കും. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ഇൻറ്റേർണൽ ഓർഗൻസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹാർട്ട്, ലങ്സ്, കിഡ്നി എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഫോർ ഇൻറ്റേർണൽ ഓർഗൻസ്. So what is a skeletal system? It is a rigid framework. Rigid means hard framework or a strong framework of endinte framework aanu? Bones that provides a definite shape or a particular shape to a body is known as skeletal system. It helps to protect our internal organs. എന്ത് ചെയ്യുന്നു? നമ്മുടെ internal organs ആയ ഹാർട്ട്, ലങ്സ്, കിഡ്നി ഇവയെല്ലാം എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. And how many bones are there in a human body? We have 206 bones and 600 muscles. എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസും 600 മസിൽസും ആണ് എവിടെ? നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. So first of all what we studied, what is a skeletal system? A rigid framework of bones that provides a definite shape to the body. എന്നാണ് ബോഡിക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്ന ഒരു റിജിഡ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ഹാർഡ് ഫ്രെയിം വർക്ക്. എന്തിൻ്റെ? ബോൺസിൻ്റെ ഹാർഡ് ഫ്രെയിം വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? ഇൻറ്റേർണൽ ഓർഗൻസ് ആയ ഹാർട്ട്, ലങ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ എഴുതും? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് അവർ ഇൻറ്റേർണൽ ഓർഗൻസ് സച്ച് ആസ് ഹാർട്ട്, ലങ്സ് എക്സെട്ര. ആൻഡ് വി ഹാവ് 206 bones and 600 muscles. And what protects what? That is our next topic. So skull protects our brain. നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താണ്? സ്കൾ. So skull protects our brain and there are 8 bones. എത്ര ബോൺസ് ഉണ്ട് ഒരു സ്കള്ളിൽ? 8 ബോൺസ് ഉണ്ട്. So skull protects brain and there are 8 bones in a skull and our brain is very delicate. ബ്രെയിൻ എങ്ങനെയാണ്? ഡെലിക്കേറ്റ് ആണ്. നമ്മൾ ഒരുപാട് കെയർ ചെയ്യാനുള്ളതാണ് എന്തിനെ? ബ്രെയിനിനെ. So our delicate brain is protected by skull and skull is made up of 8 bones. Our spinal cord is protected by vertebral column. Vertebral column എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? സ്പൈനൽ കോഡ്. So vertebral column പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഏതിനെ? സ്പൈനൽ കോഡ്.
And next is bony eye sockets. Protects the eyeball. Eyeball protect ചെയ്യുന്ന എന്താണ് ഈ bony eye sockets ആണ്. ആദ്യം പറഞ്ഞത് skull protects the brain. Our brain is very delicate and the skull has 8 bones. Second one is vertebral column, it protects the spinal cord. Third one is bony eye sockets, it protects the eyeball. And rib cage protects our heart. Rib cage protect ചെയ്യുന്ന എന്താണ് ഹാർട്ടിനെയാണ്. സോ റിബ് കേജ് നമ്മുടെ ചെസ്റ്റ് സൈഡിലായിട്ട് വരുന്നതാണ് റിബ് കേജ് ആൻഡ് റിബ് കേജ് പ്രൊട്ടക്ട്സ് അവർ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏതാണ് റിബ് കേജ്. സോ സ്കൾ പ്രൊട്ടക്ട്സ് ദി ബ്രെയിൻ, വെർട്ടിബ്രൽ കോളം പ്രൊട്ടക്ട്സ് സ്പൈനൽ കോഡ്, ബോണി ഐ സോക്കറ്റ്സ് പ്രൊട്ടക്ട്സ് ഐബോൾ ആൻഡ് റിബ് കേജ് പ്രൊട്ടക്ട്സ് ഹാർട്ട്. സോ ദീസ് ആൾ a part of our skeletal system. ഞാൻ പറഞ്ഞ skeletal systemത്തിന്റെ പാർട്ടുകളാണ് ഏത് ഈ സ്കൾ ആണെങ്കിലും വെർട്ടിബ്രൽ കോളംസ് ആണെങ്കിലും ബോണി ഐ സോക്കറ്റ്സ് ആൻഡ് റിബ് കേജ്. ആൻഡ് ഫൈനലി ഹിപ്പ് girdle protects our urinary bladder. നമ്മുടെ ഹിപ്പ് സൈഡിൽ വരുന്ന ജോയിന്റ് ആണ് ഏത് അല്ലെങ്കിൽ ബോൺ ആണ് ഹിപ്പ് ഗേർഡിൽ. ഹിപ്പ് ഗേർഡിൽ എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു യൂറിനറി ബ്ലാഡർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൾ പ്രൊട്ടക്ട്സ് അവർ ഡെലിക്കേറ്റ് ബ്രെയിൻ ആൻഡ് സ്കൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 8 bones. സെക്കൻഡ് വൺ ഇസ് വെർട്ടിബ്രൽ കോളം, ഇറ്റ് പ്രൊട്ടക്ട്സ് അവർ സ്പൈനൽ കോഡ്. നമ്മുടെ തലയുടെ ബാക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്പൈനൽ കോഡ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ബോണി ഐ സോക്കറ്റ്സ്, ഇറ്റ് പ്രൊട്ടക്ട്സ് അവർ ഐബോൾ. ആൻഡ് റിബ് കേജ് ചെസ്റ്റ് ആണ്, ചെസ്റ്റ് ഭാഗത്തായിട്ട് വരും. അതെന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു ഹാർട്ട്. ആൻഡ് ഹിപ്പ് ഗേർഡിൽ പ്രൊട്ടക്ട്സ് അവർ യൂറിനറി ബ്ലാഡർ. So first of all what we studied about skeletal system. So what is a skeletal system? It is a rigid framework. എന്താണ് rigid framework? ഒരു ഹാർഡ് ഫ്രെയിംവർക്ക് ആണ്. എന്തിൻ്റെ ഫ്രെയിംവർക്ക് ആണ് ബോൺസിൻ്റെ ഹാർഡ് ഫ്രെയിംവർക്ക് ആണ്. അത് എന്ത് ചെയ്യുന്നു ഒരു ഹ്യൂമൻ ബോഡിക്ക് അതിൻ്റെതായ ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും റിജിഡ് ഫ്രെയിംവർക്ക് of bones that gives a body definite shape is known as skeletal system. അതെന്ത് ചെയ്യും internal organs ആയ heart, lungs നെ എല്ലാം protect ചെയ്യും. It helps to protect our internal organs such as heart, lungs, etc. And it also helps in our bodily movements. നമ്മൾ കൈയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ലേ, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ skeletal system നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. And finally skull എന്തൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്കൾ പ്രൊട്ടക്ട്സ് അവർ ബ്രെയിൻ. ബ്രെയിൻ ഈസ് വെരി ഡെലിക്കേറ്റ് ആൻഡ് 8 bones are there in the skull. Vertebral column protects spinal cord. Bony eye sockets protects eyeball. Rib cage protects heart and hip girdle protects urinary bladder. You have to note it down, okay, in your notebook. So I hope you all understood. This is just an introduction for your first chapter and that's it for today. Thank you.